ഹായ് ഗായ്സ്, ദിസ് ഇസ് ശ്രീലക്ഷ്മി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു പ്രവൃത്തി ചെയ്യാൻ പോവാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാണ്. ഫുൾ ഡേ ഒന്നും ഇല്ല കേട്ടോ, ഒരു ഹാഫ് ഡേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് പുറത്ത് പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിട്ടുള്ള അശ്വിയുടെ കൂടെയാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എൻ്റെ ബ്രദേഴ്സാണ് രണ്ടുപേരും കേട്ടോ, അശ്വി ടെവി. അതിലൊരാളുടെ കൂടെയാണ് ഞാനിന്ന് പുറത്ത് പോകുന്നത്. അപ്പോൾ ഞാൻ റെഡിയായി വണ്ടിയിൽ കയറിയപ്പോൾ ഒരാൾ ഉമ്മ തരാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യക്കുട്ട വന്ന് ഉമ്മയൊക്കെ തന്ന് തിരിച്ച് ഞാൻ ആദ്യം ഉമ്മ കൊടുത്തിട്ട് ദാ ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ലേറ്റാണ്. നമ്മൾ എത്തിയിട്ടില്ല, പക്ഷേ അശ്വി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോകാം, ഇല്ലെങ്കിൽ അശ്വി അവിടെ വെയിറ്റ് ചെയ്ത് പോസ്റ്റായി പോകും. നമ്മുടെ സെയിം വൈബും ക്രേസിനെസ്സും ഒക്കെയുള്ള ആൾക്കാരെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവർ രണ്ടുപേരും കേട്ടോ. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ വന്നത് അശ്വിയുടെ ചേച്ചി കാനഡയിലാണ്. ചേച്ചിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയത്. നേരെ നമ്മൾ പോയത് വസ്ത്രത്തിലേക്കായിരുന്നു, പക്ഷെ അവിടെ ഒരു കുന്തോ ഇല്ല. ഞങ്ങൾക്ക് ദേഷ്യം വന്ന് അവിടെ ഞങ്ങൾ ഇറങ്ങി. ചീമട്ടിയിലെത്തിയിരിക്കുകയാണ് അതോ ലോകം കണ്ടു. ഈ വീഡിയോ ആക്ച്വലി ഞങ്ങൾ കുറേ നാൾ മുന്നേ എടുത്താണ് കേട്ടോ. ഇതൊരു ഓണം ടൈമിലായിരുന്നു. അപ്പോൾ അശ്വിൻ്റെ ചേച്ചി കാനഡയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചേച്ചിക്ക് ഒരു ഓണം അറ്റാന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അങ്ങനെ ഇതെടുത്തിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു. നല്ലൊരു ഗൗൺ ടൈപ്പായിരുന്നു. ആക്ച്വലി ഷീമാട്ടി ഇപ്പോൾ റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവർ നമ്മളെ തട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഖാദിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അശ്വിയുടെ ബ്രദറിലോയ്ക്ക് നമുക്കൊരു ഖാദി മുണ്ട് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ച് നമ്മൾ നേരെ ബ്ലോക്ക് 5 എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണിത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ബ്ലോക്ക് 5 കയറാൻ പോവാണ്. നല്ല മഴയുണ്ടായിരുന്നു. പുറത്ത് കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ഞങ്ങളിതാ നേരെ ബ്ലോക്ക് 5 അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ അകത്ത് ചെന്നിട്ട് കാണാം. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായതുകൊണ്ട് തന്നെ ഞാൻ ഈ മോക്ടെയിലിൻ്റെ പേരൊക്കെ മറന്നുപോയി കേട്ടോ. പക്ഷേ സാധനം കിഡുവാണ്. ഞാൻ എപ്പോൾ വന്നാലും ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. പീച്ചും നമ്മുടെ കോക്കനട്ട് വാട്ടറും ഒക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി സാധനം. അങ്ങനെ മോക്ടെയിൽ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത നല്ല ബീഫ് ഇറച്ചിച്ചോറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ടൈമിൽ ഞാൻ ബീഫ് കഴിക്കുമായിരുന്നു, ഇപ്പം ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് ഇനി എനിക്കത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ അടിപൊളി സാധനമാണ്. പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അശ്വ ഓർഡർ ചെയ്തത് തായ് റെഡ് കറിയും സ്റ്റീം റൈസുമാണ്. അതും അടിപൊളിയായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇറച്ചിച്ചോറ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ തമാശകളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ്. ഈ ടൈമിൽ ഞങ്ങളുടെ മറ്റേ ഫ്രണ്ടായ ടെവിനെ ഞങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവൻ വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. അങ്ങനെ ഞങ്ങൾ കുറേ തമാശകൾ പറഞ്ഞു, ചിരിച്ചു, പഴയ കഥകൾ പറഞ്ഞു. അങ്ങനെ എൻജോയ് ചെയ്ത് ലാസ്റ്റ് ടൈമാണ് നിങ്ങളീ കാണുന്നത്. ഇതിവൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോൾ അതിൽ വന്നിട്ട് ഇടയ്ക്ക് വന്ന് സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും അവൻ എന്നെ കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഇത് സ്ഥിരം എന്നും ഇങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അത് കഴിക്കുന്നത്. ഒരു ഡെസേർട്ട് വാങ്ങിച്ചിട്ട് അതുപോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കുള്ളത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ കുറേ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.